ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ മുതൽ വീട്ടിലും പിന്നെ കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് രാവിലത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പത്തിരിയും കോഴിമുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ കോഴിമുട്ട ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ ഉണ്ണി കഴിക്കില്ല കേട്ടോ. എപ്പോഴും എല്ലാവർക്കും ഇതിൻ്റെ വെള്ള എടുത്ത മക്കളൊക്കെ ഒക്കെ അങ്ങനെ തന്നെ, മക്കളായാലും മുത്തായാലും എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യമൊക്കെ എനിക്ക് 2 കോഴിമുട്ടയുടെ ഉണ്ണി കിട്ടുന്നത്, ഇപ്പം 3 കിട്ടുമെന്ന് പറയും. അങ്ങനെയുണ്ട്. ഇവർ അങ്ങനെ ഉണ്ണി അങ്ങനെ കഴിക്കില്ല കേട്ടോ. അത് നേരെ എനിക്കാണ് തരിക. ഇപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറയും കുട്ടിയും കൂടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവർ തരും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ ഞാനിന്ന് എണ്ണയാണ് കേട്ടോ, 3 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ വാഴ കുലച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഴ ഇങ്ങനെ അതിൻ്റെ സൈഡ് ഉമ്മ അറിയാതെ വെട്ടിയതാണ് തോന്നുന്നുണ്ട് കേട്ടോ. വേറെ ഏതോ വാഴ കുലച്ചപ്പോൾ വെട്ടിയതാണ്. പക്ഷെ അത് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാരണം ഏത് വാഴയും ശ്രദ്ധിച്ചില്ല. അപ്പോൾ നോക്കുമ്പോൾ പുതുതായിട്ടൊരു കൊല വന്നിട്ടുള്ളൊരു വാഴയെ വെട്ടിയത് കേട്ടോ. പക്ഷെ അതങ്ങനെ കേടായി പോകുന്ന വിചാരിച്ചത്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അത് മറ്റേ വാഴമ്മ അങ്ങനെ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വെയിറ്റ് കൂടിയതിനനുസരിച്ച് ആയപ്പോൾ അത് അത്ര ഇതില്ലാണ്ടായി. ഇപ്പം നന്നായിട്ട് ഒടിഞ്ഞ പോലെ ആയിട്ടാണ്. അപ്പോൾ ഇനി അത് വെട്ടിയെടുക്കാമെന്ന് വെച്ചാൽ പിന്നെ നോക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ പഴം പഴുത്തിരിക്കണം. അപ്പം ഇനി കിളി ഒക്കെ ഇതാവും കൊത്തോലോ ഒന്ന് കരുതിയിട്ട് വേഗം വെട്ടാൻ പോയിട്ടാണ്. സത്യത്തിൽ അത് ശരിക്ക് മൂത്തിട്ടില്ല. കാരണം അതിൻ്റെ വാഴ അടിയിലത്തെ കറുപ്പ് ഒരു ഇതൊക്കെ കണ്ട അതൊക്കെ പൂ പോലത്തെ അത് കൊഴിഞ്ഞു പോകട്ടെ ശരിക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വാടിയിട്ട് ആണ് ഇത് പഴുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളത് വെട്ടിയെടുക്കാനും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അയവാ ആ ചെമ്പരത്തി ഭംഗി എന്താണ്. ഞങ്ങളുടെ കുറേ ചെമ്പരത്തി ഉണ്ട്, കുറേ തെച്ചിയുണ്ട്, കുറേ മുല്ലപ്പൂ ഉണ്ട്. ഞങ്ങൾ മുല്ലപ്പൂ എടുത്ത് മുത്ത് പൊട്ടിച്ചെന്നല്ലോ. പത്മിനേച്ചേ മുല്ലപ്പൂ പൊട്ടിക്കണം. കിളി കരണൊക്കെ മതി. നല്ല വലിയ മുട്ടകളൊക്കെ ഉണ്ട്. നഴ്സറി പോണില്ലേ? താളി ഉണ്ടാക്കാം. ചെമ്പരത്തി നമുക്ക് താളി ഉണ്ടാക്കുന്നു. എണ്ണ തേച്ചിട്ട് താളിയിട്ട് നല്ല പുതിയ മുടിയൊക്കെ വരും. നമുക്ക് നല്ല കാച്ച എണ്ണ വെച്ചിട്ട് താളി വെക്കാം. അല്ലേ അതൊന്നും ഇല്ല കീടം. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ പൂവൊക്കെ പൊട്ടിച്ചിട്ട് താളി ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയിൽ നന്നായിട്ട് എണ്ണ തേക്കൂട്ടോ അപ്പോൾ ഞാൻ രാവിലെ. അപ്പോൾ അത്
അതൊന്ന് താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കഴുകിയിട്ടൊന്ന് മിക്സിയിലിട്ടടിക്കുന്നുണ്ട്. ഇത് നല്ല തണുപ്പാട്ടോ തലയ്ക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂടല്ല. പിന്നെ ഞാനൊരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ കഷ്ണം. ഇപ്പോൾ ഞാനിവിടെ ഇല്ലാത്ത കാരണം കറ്റാർവാഴയൊക്കെ നിലത്ത് കുഴിച്ചിട്ടിട്ട് അത്ര ശ്രദ്ധ ഒന്നുമില്ലാതെ വളമൊന്നുമില്ലാതെ അതുകൊണ്ട് ചെറിയ ലീഫാട്ടോ. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയും വലിയ ലീഫൊക്കെ ഉള്ള കറ്റാർവാഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, ഞാനങ്ങനെ ശ്രദ്ധിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ കുമ്പിട്ടിട്ട് അങ്ങനെ ചെയ്യാനൊന്നും വയ്യ കേട്ടോ. അപ്പം അങ്ങനെ അതും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി നല്ല ചൂടാണ് പുറത്ത്, അതായിട്ടുണ്ട് വന്നപ്പോൾ തലയിൽ നല്ല തേച്ചിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. ഈ സമയത്തൊക്കെ തലയിൽ നന്നായിട്ട് എണ്ണ തേക്കാനൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് ഞാൻ അതിൽ കൂടെ കുറച്ച് കഞ്ഞിവെള്ളം കൂടി അടിച്ചിട്ട്, തലേദിവസത്തെ കഞ്ഞിവെള്ളം കേട്ടോ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ചും കൂടി നന്നായിട്ട് മെഴുക്കൊക്കെ നന്നായിട്ടൊന്ന് പോകാനായിട്ട്, വേറെ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലപ്പൊടി ഇങ്ങോട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ശരിക്കൊരു ഹെയർ കണ്ടീഷണർ തന്നെ പറയാം, അത്രയും നല്ലതാണ്. ശരിക്കും ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി നല്ല ഉറക്കമൊക്കെ കിട്ടും കേട്ടോ. അത്രയും നല്ല തണുപ്പാണ്, തേക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണടഞ്ഞു പോകും, അത്ര ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ അത് അതിൽ നിന്ന് എടുത്തിട്ട് മുത്തും തലയിൽ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലുള്ള സമയത്തല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തല തേച്ചിട്ടുണ്ടായിട്ട് മുത്തും രാത്രി തേച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വേഗം കിടന്ന് ഉറങ്ങും, എനിക്ക് ഉറക്കം വരുന്നതെന്ന് പറയും. അത്രയും നല്ല ഇഷ്ടമാണ് തേച്ച് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു ശരിക്കൊരു നല്ലൊരു താളി തന്നെയാണ്. ആരിലൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ അതൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് കഴിക്കാനായിട്ടൊരു ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ, സ്കൂളിലെ ചെറുപയറും ചോറും. അതിപ്പോഴല്ല, പൊതുവേ എനിക്ക് ചെറുപയറും ചോറും നല്ല ഇഷ്ടം തന്നെയാണ്. പിന്നെ മുന്നേ മോളെ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സമയത്ത് ഇതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങളടുത്ത് വീട്ടിലെ കുട്ടികളന്ന് സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടാണ് ഞാൻ പഠിച്ചത് അവിയൂർ സ്കൂളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ, അവിടുത്തെ ആ ഒരു ചോറിൻ്റെയും പയറിൻ്റെയും സ്മെല്ലും ഒക്കെ നല്ല സ്മെല്ലൊക്കെ ഇപ്പോഴും എനിക്ക് നിൽക്കുന്നു കേട്ടോ, അത്രയും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ ചെറുപയറും പിന്നെ റേഷൻ കടയിലത്തെ അരിയാണ് കേട്ടോ, സ്കൂളിലൊക്കെ അങ്ങനത്തെ അരിയെല്ലാം ഉണ്ടാവുക. അപ്പോൾ ആ അരിയും കൂടെ വേടിച്ചിട്ട് അതും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ രണ്ടടി അടിച്ചപ്പോൾ തന്നെ അത് റെഡി ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് ചെറുപയർ വെള്ളത്തിൽ ഇട്ടൊക്കൊന്നും വേണ്ട, ഒരുമിച്ച് ഇട്ടാൽ മതി, അപ്പോൾ തന്നെ വെന്ത് കിട്ടും. പിന്നെ ഞാൻ അതിൻ്റെ ഒരു താളിപ്പിന് പോലെ ആയിട്ട് ചട്ടി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കടുകിട്ട്, അതുപോലെ ചെറിയ സവാള ഇല്ലാതെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഒരു എരിവിനായിട്ട് 2 പച്ചമുളകും ഒരു മണത്തിനായിട്ട് വേപ്പിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. നല്ല കറുപ്പുകളൊന്നും വന്നിട്ടില്ല, കാരണം കഞ്ഞിയല്ലേ, അപ്പോൾ കഞ്ഞിക്ക് അങ്ങനെ കളറ് മാറ്റണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെ വെന്ത ചോറും പയറും ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. നല്ല സ്മെല്ലാട്ടോ അത് ഒഴിക്കുമ്പോൾ തന്നെ. എനിക്ക് എന്തോ നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് ചോറും പയറും എന്ന് പറയുമ്പോൾ അപ്പോൾ അവിയൊരു സ്കൂളിൻ്റെയാണ് ഓർമ്മ വരിക, അത്രയും എനിക്കിഷ്ടമാണ്. ഒരുപാട് ഞാൻ അവിടെ നിന്ന് ചോറും പയറൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് വേഗം കഴിക്കാൻ വന്ന കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അത് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു മോള്, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഉണക്കൽ, അത് പിന്നെ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ മുത്തുൻ്റെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നീ ഇതും കൂടെ കഴിച്ചു വെക്കുന്നു. പക്ഷേ എനിക്ക് അതൊന്നുമില്ലാതെ വെറുതെ ചോറും പയറും കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ ഓൾറെഡി ഞാൻ മുളകൊക്കെ ഇട്ടിട്ടുള്ള കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.